ഈ നോക്കിയൻ്റെ ഫോൺ ഇറക്കുന്ന ഒരു ടീമുണ്ടല്ലോ, കമ്പനി ഏതാ HMD. ഓലിപ്പം ഇനി ഓല പേരിലും ഫോൺ ഇറക്കാൻ പോവാണ്. അതപ്പോൾ ഇനി HMD എന്നുള്ള ലേബലിൽ മാത്രമേ ഫോണുള്ളൂ, നോക്കിയ എന്നുള്ള ലേബലിൽ ഫോൺ ഇറങ്ങൂലേ? അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ എന്തായതാണെന്ന് അറിയില്ല. ഏതായാലും ഒക്കെ നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. ഏതായാലും ഇപ്പോൾ HMD എന്നുള്ള പേരിലൊരു ഫോൺ ഇറക്കിയിരിക്കണം. എന്താ പൾസ് പ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീരെ പൾസ് ഇല്ലാത്തൊരു ഐറ്റം. സംഗതി കാണാൻ നമ്മളെ വിവോൻ്റെ ഒരു Y സീരീസ് ലുക്ക്, ആ ഒരു ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്ത്. അല്ലെങ്കിൽ ഏതൊക്കെ എവിടെയൊക്കെ കണ്ട ഒരു ഇറങ്ങി പാകിച്ചൊരു ലുക്ക് തന്നെയാണ്. അല്ലാതെ ഒരു പുതിയൊരു ലുക്കൊന്നും കൊണ്ടുവരാതെ, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നും ഇറക്കാതെ, അതല്ല ഇനിയിപ്പോൾ ഫ്ലാഗ്ഷിപ്പും വേണ്ട, ലുക്ക് പുതിയത് ഇറക്കൊന്നും വേണ്ട, കോപ്പി അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒരു മിഡ് റേഞ്ച് ഏരിയ അടക്കി ഭരിക്കാൻ പറ്റിയൊരു സാധനങ്ങളൊക്കെ ഫീച്ചറുകളൊക്കെ കൊടുത്താണ്ട് നല്ലൊരു ഫോൺ ഈ നോക്കിയ എന്നുള്ള പേര് മാറിയിട്ട് അല്ലെങ്കിൽ HMD എന്നുള്ള പേരിൽ ഇറക്കുമ്പോഴെങ്കിലും വരുമെന്ന് കരുതിയിന്. എവിടെ ഇതിപ്പോൾ അതിലും മട്ടുണ്ടെന്ന് പറയാൻ പറ്റൊരു സാധനം എന്താ വെച്ചാൽ, ആ ബാക്കിൽ എഴുതി HMD ഉണ്ടെങ്കിൽ അത് നല്ല ചൊറുക്കിൽ എഴുതി വെച്ചാണ്. അത് നല്ല ചൊറുക്കുണ്ട് കാണാൻ. വേറൊരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മട്ടെന്ന് പറയാൻ പറ്റില്ല, ആ കോലത്തിലുള്ള. നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡിനെ HMD എടുത്തതിന് ശേഷം, അതായത് നോക്കിയൻ്റെ രണ്ടാമത്തെ വരവിൽ നല്ല നല്ല സെറ്റുകളായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഏത് ബഡ്ജറ്റ് ലെവൽ ഏരിയ നോക്കുകയാണെങ്കിലും മറ്റുള്ള കമ്പനികളോട് പിടിച്ച് കടപിടിക്കണം, അതല്ലെങ്കിൽ അതിലേറെ മികച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ തന്നെ വില കൂട്ടി സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയപ്പോൾ തുമ്പും പാലും ഇല്ലാതായി. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അറ്റ്ലീസ്റ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു 4th Gen ചിപ്പ് സെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 6th Gen ചിപ്പ് സെറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ സ്നാപ്ഡ്രാഗൺ വേണ്ട, ഡിമെൻസിറ്റി ഉണ്ടല്ലോ അവിടെ, ഒരു മാന്യപ്പെട്ട ഐറ്റം കൊടുക്കുക. ഇതേതോ യൂണിസോക്കിൻ്റെ, ഇതെത്താ ഗുളിക അതോ സോപ്പോ, കുളിച്ചിന സോപ്പോ? അതിലേറെ വലിയ വിറ്റ് എന്താ വെച്ചാൽ HMD പൾസ് പ്രോ ആണ് തോന്നുന്നത് ഏറ്റവും വലിയ വേരിയൻറ്റ്. അതിൽ 20 വാട്ടിൻ്റെ ചാർജറാണുള്ളത്. എന്നിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള HMD പൾസ് പ്ലസ് എത്തുമ്പോൾ 10 വാട്ടാറുണ്ട്. ഈ ചാർജർക്ക് അങ്ങനെ എല്ലാ വേരിയൻറ്റിനും ഒരേ അളവ് തന്നെയല്ല കൊടുക്കുക മനുഷ്യന്മാർ. അതിലിപ്പോൾ എന്താ കുറക്കാനുള്ളത്? കൊടുക്കണ തന്നെ 20ആണ്. എന്നിട്ട് ഇപ്പോൾ അതിന് താഴത്തേക്ക് എത്തുമ്പോൾ 10 കൂടി കുറക്കുക പറഞ്ഞാൽ. ഏതായാലും ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ കാണാം.